പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് പുതിയ മുഖച്ഛായ വരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. KSRTCയുടെ ഭാഗത്ത് നിന്ന് യാതൊരു താമസവും ഉണ്ടാകാതെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ കൃത്യമായ ദിവസം ഇവിടെ വന്ന് മാധ്യമങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഞാൻ ഉറപ്പ് നൽകിയതിൻ്റെ കൃത്യമായ ഡേറ്റിൽ KSRTC കെട്ടിടം പൊളിച്ചു മാറ്റി. ഇപ്പോൾ മണ്ണ് പരിശോധന നടക്കുകയാണ്. ഇതിൻ്റെ മറ്റ് പണികൾ ഉടൻ തന്നെ ആരംഭിക്കും. വളരെ വേഗത്തിൽ ഒരു നല്ല കോൺട്രാക്ടർ വരികയാണെങ്കിൽ 7-8 മാസം കൊണ്ട് ഈ ബസ് സ്റ്റേഷൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. ഇതിൻ്റെ നല്ലൊരു ഭാഗം വരുന്നത് സ്റ്റീൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചർ ചെയ്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സമയമെടുക്കില്ല. വേറെ സ്ഥലങ്ങളിൽ നിന്ന് അത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കൽ മാത്രമാണ്. മാത്രമല്ല ഇതിനകത്ത് AC ഓഫീസ് ഉണ്ടാവും, എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികൾ, ജീവനക്കാർക്ക് കിടക്കാനുള്ള ഭാഗവും എയർ കണ്ടീഷണർ. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥലം എയർ കണ്ടീഷൻ ആക്കുക. പുതിയ ഡിസൈൻ എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന ഡ്രൈവറും കണ്ടക്ടർമാർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും വേറെ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമമുറി പാലക്കാടുള്ളതുപോലെ ഇവിടെയും വരും. പാലക്കാട് ഞാൻ തന്നെ ഒരു സ്പോൺസറെ കണ്ടുപിടിച്ചാണ് ചെയ്തത്. കരുനാഗപ്പള്ളിയിൽ ഞാൻ തന്നെയാണ് സ്പോൺസർ. കരുനാഗപ്പള്ളിയിലും ഇതുപോലെ വിശ്രമമുറി സ്പോൺസർ ചെയ്താണ്. അതുകൂടാതെ സ്ത്രീകൾക്കും ഫാമിലിക്കും ഇരിക്കാൻ കഴിയുന്ന ഇന്ന് എറണാകുളം ബസ് സ്റ്റേഷനിൽ എന്ന് പറഞ്ഞ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക കൗണ്ടറാണ്, അത് സ്പോൺസർ ചെയ്ത് നമ്മൾ വാങ്ങുന്നതാണ്. എല്ലാ സ്ഥലം തൃശ്ശൂരിലും ഉണ്ടായിരുന്നു. നമ്മൾ പൊളിച്ചു മാറ്റിയപ്പോൾ അതിനെ നമ്മൾ പത്തനംതിട്ടയുണ്ട് അല്ലേ, കൊട്ടാരക്കരയിലും ബസ് സ്റ്റേഷൻ പൊളിച്ചു പണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഒരു മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏതാണ്ട് 9ഓളം ബസ് സ്റ്റേഷനുകൾ പൊളിച്ച് പുതുക്കി പണിയാണ്. ഇതിനൊപ്പം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും വിനോദസഞ്ചാര സർവീസിന്റെ ഫ്ളാഗ് ഓഫും നടന്നു. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ വികസനത്തിൽ വലിയൊരു നാഴികക്കല്ലാവുകയാണ് പുതിയ ബസ് ടെർമിനൽ. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് മുറികൾ, വിശ്രമ മുറികൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. P. ബാലചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 7 കോടി രൂപ ചെലവഴിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഏക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC ആണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ചടങ്ങിൽ പറഞ്ഞു. കൂടാതെ കേരളത്തിലെ ദേശീയ പാതകളിൽ വേഗപരിധി 100 കിലോമീറ്ററായി ഉയർത്താൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. തൃശൂർ നഗരത്തെയും സുവോളജിക്കൽ പാർക്കിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ടൂറിസ്റ്റ് ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മേയർ നിജി ജസ്റ്റിൻ എന്നിവർ മുഖ്യ അതിഥികളായി. KSRTC MD PS പ്രമോജ് ശങ്കർ, DTO TA ഉബൈദ്, പ്രതിപക്ഷ നേതാവ് കിരൺ TR ഹിരൺ, കരോളിൻ ജോഷുവ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു.